PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനും തിരിച്ചടിയുണ്ടാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചു PV അൻവർ. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുകയാണ്. PV കുട്ടൻ, എന്തൊക്കെയാണ് അൻവറിന്റെ ഈ സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ തിരിച്ചടിയായി നിൽക്കുന്നത്? കേസ് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് LDF ഇപ്പോൾ പരാതിയായി ഉറപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. 11 കേസുകളാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു അൻവറിനെതിരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കേസ് ഈ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് LDFന്റെ പരാതി. മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഫോൺ ചോർത്തൽ കേസ്, അത് വലിയ വിവാദമായ കേസായിരുന്നു. ഈ ഫോൺ ചോർത്തൽ കേസ് സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി LDFന്റെ മണ്ഡലം സെക്രട്ടറി രാധാൻ ഗോപി റിട്ടേണിംഗ് ഓഫീസർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. തീർച്ചയായും 11 കേസുകളാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയത്. പക്ഷേ നിർണായകമായ പല കേസുകളും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. അതിലൊന്ന് മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസാണ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട്. ആ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കേസ് ഇതിൽ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സത്യവാങ്മൂലത്തിൽ പൂർണ്ണ വിവരങ്ങളില്ല എന്നുള്ളതാണ്. തീർച്ചയായും അത് ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ്. അതാണ് ഇപ്പോൾ LDF ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് PV അൻവറിനെതിരെ. PV കുട്ടൻ, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ വലിയ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സത്യവാങ്മൂലത്തിൽ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന് വിഭിന്നമായിക്കൊണ്ടാണ് ഇപ്പോൾ PV അൻവർ ഇത്തരത്തിൽ വളരെ ഗൗരവകരമായ ഒരു കേസിന്റെ വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്താതെ അത് മറച്ചു വെച്ചിരിക്കുന്നത്. ഈ വിവരങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ LDF പരാതി നൽകിയിരിക്കുന്നത്.